കടൽ രാത്രിയിൽ അതൊരിക്കലും നിശബ്ദമാകുന്നില്ല. തിരമാലകൾ കരയിലേക്ക് അടിച്ചു വീഴും, വീണ്ടും മടങ്ങും, വീണ്ടും വരും. ഒരിക്കലും അവസാനിക്കാത്തൊരു ശ്വാസം പോലെ. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ രാത്രിക്കൊരു വേറിട്ട സ്വഭാവമുണ്ട്. പകൽ കണ്ട അതേ കടൽ രാത്രിയിൽ മറ്റൊരു രൂപമെടുക്കും. അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അഞ്ചുതെങ്ങ്, ഒരു ചെറിയ ഗ്രാമം, കടലിനും ചരിത്രത്തിനുമിടയിൽ കുടുങ്ങിയ ഒരു ഭൂമി. പകൽ ഇത് സാധാരണമായൊരു സ്ഥലമാണ്. മത്സ്യബന്ധന വള്ളങ്ങൾ, വീടുകൾ, ജീവിതം. പക്ഷേ രാത്രി കടൽക്കാറ്റ് ശക്തമാകുമ്പോൾ, മഞ്ഞ് പതുക്കെ ഉറങ്ങുമ്പോൾ അഞ്ചുതെങ്ങിലെ ചില ഭാഗങ്ങൾ മാറിപ്പോകും. കടൽക്കരയ്ക്ക് സമീപം കാലത്തിൻ്റെ മുറിവുകൾ സഹിച്ചുകൊണ്ട് ഒരു സ്ഥലമുണ്ട്. ഡച്ച് സെമിത്തേരി. ഒരു പഴയ സെമിത്തേരി. പച്ചപ്പിൽ മൂടിയ കല്ലറകൾ, മങ്ങിയ എഴുത്തുകൾ, ചരിത്രത്തിൻ്റെ നിശബ്ദത. പക്ഷേ പ്രദേശവാസികൾ വർഷങ്ങളായി ഒരു കാര്യം പറയുന്നു: അവിടെ രാത്രി ശാന്തമല്ല. അഞ്ചുതെങ്ങിലെ ഈ സെമിത്തേരിക്കടുത്തുകൂടി രാത്രികാലങ്ങളിൽ ആളുകൾ യാത്ര ചെയ്യാറില്ല. അങ്ങനെ പോയവരെല്ലാവരും ഒരേ അനുഭവങ്ങൾ തന്നെ പറയുന്നു. അവിടെ എത്തുമ്പോൾ ഒരു അസ്വസ്ഥത, കാരണമില്ലാത്തൊരു ജാഗ്രത. കാറ്റിൻ്റെ ശബ്ദം മാറുന്നു. ഇതൊരു സാധാരണ കാറ്റല്ല. എന്തോ കടങ്കഥ പറയുന്ന പോലെ, ആരോ പതിയെ സംസാരിക്കുന്നത് പോലെ. പക്ഷേ നിങ്ങൾക്ക് ആരെയും അവിടെ കാണാൻ സാധിക്കില്ല. അഞ്ചുതെങ്ങിലെ പല നാട്ടുകാരും ഈ സെമിത്തേരിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ ശബ്ദത്തിൽ ഒരു പേടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് അഞ്ചുതെങ്ങിലെ ഒരു പ്രദേശവാസി പറഞ്ഞൊരു അനുഭവമാണ്. പുള്ളി അവിടുത്തെ ഒരു സാധാരണ മീൻപിടുത്തക്കാരനായിരുന്നു. വർഷങ്ങളായി കടൽ ജോലി തന്നെ ചെയ്യുന്ന ഒരാൾ. അവൻ രാത്രി കടലിലേക്ക് പോകാൻ തയ്യാറാകുന്ന ഒരു സമയത്ത് കടൽക്കരയിൽ വലകൾ കിടപ്പുണ്ട്. ഇരുട്ട്. സെമിത്തേരി ഭാഗത്തേക്ക് അറിയാതെ കണ്ണൊന്ന് പതിച്ചു. ആദ്യത്തിൽ അവന് അസാധാരണമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവിടെ ഒരു അനക്കം ഉള്ളതുപോലെ അവന് തോന്നി. ആരോ നടക്കുന്ന പോലെ. അവൻ ശ്രദ്ധിച്ചു നോക്കി. ഒരു നിഴൽ കാറ്റിനൊപ്പം നീങ്ങുന്ന പോലെ. പക്ഷെ അടുത്ത നിമിഷം ശൂന്യമായിരുന്നു. എന്തെന്നില്ലാത്തൊരു ഭയം അവനിൽ വന്നു ചേർന്നു. അവൻ അന്നത്തെ ദിവസം മീൻ പിടിക്കാൻ പോകാൻ പോലും പറ്റാത്ത പോലെ ശരീരം മുഴുവൻ തളർന്നിരുന്നു. ചിലപ്പോൾ അയാൾ കണ്ടത് കാറ്റ് തന്നെ ആയിരിക്കാം. പക്ഷെ അയാളുടെ മുഖത്തെ ഭയം മറ്റൊന്നാണ് പറഞ്ഞത്. രാത്രിയിൽ സെമിത്തേരികൾ സ്വാഭാവികമായി തന്നെ മനസ്സിനെ ബാധിക്കും. മരണം, നിശബ്ദത, ഇരുട്ട്. ബ്രെയിൻ അവിടെ കഥകൾ സൃഷ്ടിച്ചു തുടങ്ങും. പക്ഷേ ഡച്ച് സെമിത്തേരിയുടെ അനുഭവങ്ങൾ പലപ്പോഴും വിചിത്രമായ ഒരു പാറ്റേൺ പിന്തുടരുന്നുണ്ടായിരുന്നു. പ്രസൻസ്. അതൊരു കോമൺ വേർഡായിരുന്നു. അവിടെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ടായിട്ടുള്ള എല്ലാവരും ഒരേപോലെ പറഞ്ഞൊരു വേർഡായിരുന്നു പ്രസൻസ്. അവിടെ ആരോ ഉള്ളതുപോലെ അവർക്ക് തോന്നും. നിങ്ങൾക്കൊന്നും കാണാൻ സാധിക്കില്ല, പക്ഷേ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഒറ്റയ്ക്കല്ല. അഞ്ചുതെങ്ങിലെ ആളുകൾ ഇന്നും പറയും, സെമിത്തേരിയുടെ ഭാഗത്തു നിന്ന് രാത്രിയിൽ അപരിചിതമായ ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കും. ചരിത്രം ഇവിടെ ഒരു വലിയ ഘടകം തന്നെയാണ്. ഡച്ച് സൈനികർ, വിദേശികൾ, അജ്ഞാത മരണം, അവരുടെ അവസാന നിമിഷം ഈ ഭൂമിയിൽ. ദൂരെയുള്ള നാട്ടിൽ നിന്ന് വന്നവർ ജീവിതം അവസാനിപ്പിച്ച സ്ഥലം അഞ്ചുതെങ്ങ്. ജനവിശ്വാസങ്ങൾ പറയുന്നു, ചില ആത്മാക്കൾ തങ്ങളുടെ ഭൂമി വിട്ടു പോകില്ല. അവരുടെ അവസാന നിമിഷം കുടുങ്ങിയത് അവർ തുടരുന്നു. അഞ്ചുതെങ്ങിലെ ഒരു കൂട്ടം യുവാക്കൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയുവാനായി ഒരു ദിവസം രാത്രി സെമിത്തേരിക്കുള്ളിൽ കയറുവാനും അവിടെ തന്നെ താമസിക്കുവാനും തീരുമാനിച്ചു. ആദ്യം എല്ലാം സാധാരണമായിരുന്നു. ചിരി, സംസാരം. പക്ഷേ അവിടെ കുറച്ച് സമയം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ചിരി നിശബ്ദമായി, സംസാരങ്ങൾ മങ്ങി. കാരണം അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിലേക്ക് വന്നു കയറിയ ഒരു പേടിയായിരുന്നു. ആ കൂട്ടത്തിലൊരാൾ പിന്നീട് പറഞ്ഞു, അവിടെ വായു തന്നെ വ്യത്യസ്തമായിരുന്നു. ഒരു കടുപ്പം, പുറത്തേക്ക് പോകണമെന്നൊരു തോന്നൽ. പേടി ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. അത് ചില സമയങ്ങളിൽ വെറും ഒരു തോന്നൽ മാത്രമാണ്. സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ടാകാം. ലോ ലൈറ്റ്, ബ്രെയിൻ ഇൻ്റർപ്രിട്ടേഷൻ, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ റെസ്പോൺസ്. പക്ഷെ ഒരു ചോദ്യം ഇന്നും നിലനിൽക്കുന്നു: എന്തുകൊണ്ട് ഒരേ ഫീലിംഗ് എല്ലാവർക്കും? ഡച്ച് സെമിത്തേരി ചരിത്രത്തിൻ്റെ നിശബ്ദതയിൽ മുങ്ങിയ ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ രാത്രിയിൽ അത് വെറുമൊരു ഹിസ്റ്ററിയായി തോന്നില്ല എന്ന് പലരും പറയുന്നു.
കടൽക്കാറ്റ് കല്ലറകൾക്കിടയിലൂടെ ഒഴുകുന്നു. ആ ശബ്ദങ്ങൾ കാറ്റാണോ, അല്ലെങ്കിൽ മറന്നുപോയ ശബ്ദങ്ങളുടെ പ്രതിധ്വനിയോ? നിങ്ങളവിടെ പകൽ പോകാം, അത് ശാന്തമായിരിക്കും, സാധാരണമായിരിക്കും. പക്ഷേ രാത്രി അതേ സ്ഥലം നിങ്ങളുടെ മനസ്സിനെ ചോദ്യം ചെയ്യും. നിങ്ങൾക്കൊന്നും കാണേണ്ടതില്ല, പക്ഷേ നിങ്ങൾക്ക് തോന്നും. കാരണം ചില സ്ഥലങ്ങൾ ഭയം കാണിക്കുന്നില്ല, അത് പതുക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കയറിത്തെത്തുന്നു. 5 തെങ്ങ്, കടലിൻ്റെ ഗ്രാമം, ചരിത്രത്തിൻ്റെ ഗ്രാമം. പക്ഷേ ചിലർക്കായി അത് നിശബ്ദതയുടെ ഗ്രാമമാണ്. എല്ലാ ഭയത്തിനും രൂപമുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ അത് സ്ഥലങ്ങളുടെ ശ്വാസമാണ്. ഇതുപോലുള്ള കൂടുതൽ കഥകൾ കേൾക്കുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ അൺടോൾഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.